അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അടുത്ത് 3ാമത്തെ പീരീഡാണ്. ശരസാറൊന്നും വന്നില്ല. ഞാനും അംജിത്തും കൂടെ പോയി മാഡത്തിനെ കണ്ടിട്ട് ഈ പീരീഡ് PT മീറ്റിംഗ് ആണെന്ന് പറയും. ഇതൊക്കെ വിശ്വസിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ട്? ഞാൻ എന്തായാലും ഇല്ല അതിനൊന്നും. ഈ ഡെസ്റ്റർ ആരെ എറിഞ്ഞു കളിച്ച? ഗോകുലിന്റെ പേര് പറയട്ടോ. എനിക്കടാ. അയ്യോ. അങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പഠിത്തത്തെ പറ്റി പറയാം. ഇപ്പം 2 വർഷമായി. ഇപ്പൊ തന്നെ പലിശ 3 ലക്ഷം രൂപ. അടുത്തൊരു വർഷം 4 ലക്ഷം രൂപ. ഈ 4 ലക്ഷം രൂപ എത്ര ദൈവമേ എന്തരാണോ എന്തോ. 23 മാർക്കാടേ. ഇങ്ങനെ എക്സാം എഴുതുന്നത്? നീ പഠിക്കാന്നുണ്ടോ പറഞ്ഞത്? പഠിക്കാൻ ഈ 20-ന് 3 മാർക്ക് വാങ്ങിക്കാൻ എന്താ പഠിക്കണം നീയൊക്കെ? എടാ പഠിക്കേണ്ട സമയത്ത് കറക്റ്റായി പഠിക്കണം കേട്ടാ. ഇങ്ങനെ മാർക്ക് വാങ്ങിക്കാൻ എന്തിനാടാ പഠിക്കണേ? പഠിക്കോ? എങ്ങനെ കൃത്യസമയത്ത് പഠിക്കോ? ഇങ്ങനെ എക്സാം എഴുതേ നീ? എന്നാ പേപ്പർ കിട്ടിയല്ലേ? ഓടെ കിട്ടി. അടുത്ത അംജിത്ത് വാ. ഞാനാ? നല്ലതുപോലെ എഴുതിയാണല്ലോ. ഇത്രേ ഉള്ളൂ. എന്ത് സാർ വിളിച്ചേ? 24. എന്തിനടാ പറഞ്ഞത്? എടാ ഇങ്ങനെ പഠിച്ചാൽ മതിയാടാ. എടാ നീയൊക്കെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ എന്തൊരു മാർക്കാടാ വാങ്ങിച്ചു വെച്ചിരിക്കണത്? നോക്ക്. എന്താടാ ഇങ്ങനെ എക്സാം എഴുതോ? എക്സാം എഴുതോ? എഴുതൂല. ഓ 20-ന് 4. നീ ഇപ്പൊ നന്നായിട്ട് ഇമ്പ്രൂവ് ആണുണ്ടല്ലേ. ഇങ്ങനെ വേഗം നീ രക്ഷപ്പെടും കേട്ടോ. പിന്നെ 20-ന് 4 മാർക്ക് വാങ്ങിയല്ലോ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. പോടാ. സൈലൻസ്. എടാ സ്വന്തം തന്തയും തള്ളയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിടുമ്പോൾ നിനക്ക് പഠിക്കാൻ വയ്യല്ലേ? എടാ നിനക്കൊക്കെ ഞാൻ നല്ലോണം സ്വാതന്ത്ര്യം തന്നു. എന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ പറ്റി ഉള്ളത് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ട് നിനക്ക് PT കളിക്കാൻ പോകണം അല്ലേ? ശരിയാക്കി തരാം നിൻ്റെയൊക്കെ PT കളി. അയ്യോ സാറെ ഒന്നും കിട്ടിയില്ല. അതൊക്കെ ആദ്യത്തെ സാറ് കൈയോടെ പോക്കി. എടാ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നിന്റെ ഉടായ്പ പരിപാടികൾ ഞാൻ അപ്പോഴെപ്പോഴും അറിയുന്നുണ്ട്. എടാ ഇനിയെങ്കിലും നന്നായിട്ട് പഠിച്ചണം കേട്ടാ. ഉഴപ്പി കിടക്കല്ലേ. പറഞ്ഞ കേട്ടല്ല. മര്യാദയ്ക്കൊക്കെ ഇനി പഠിച്ചു പോകണം. ഉഴപ്പി നടക്കരുത്. അവസാനം നീയൊക്കെ പിന്നെ മാർക്കിന് വേണ്ടി തെണ്ടും. ആ അവസ്ഥ വരാതിരിക്കുകയാണ് നിന്റെ അടുത്തൊക്കെ പറയണത്. മര്യാദയ്ക്കൊക്കെ പഠിച്ചോ. സാർ അസൈൻമെന്റ് വെച്ചിട്ടുണ്ടേ. അത് സാർ ഇവിടെ ചോദിച്ചാ? ഒന്നുമില്ല, നമ്മളെ കാര്യം ഇവിടെ സാറ് ഡിസ്കസ് ചെയ്യുന്നത് നീ കണ്ടില്ലേ? എന്തുവാടേ അല്പമെങ്കിലും മര്യാദയൊക്കെ വേണ്ടേ? എന്തുവാടേ അവളുടെ ഒരു അസൈൻമെന്റ്? നീയാ സാറ് ഞാനാ സാറ്? വേണ്ട സാർ, എനിക്ക് ആ പദവി വേണ്ട സാർ. സാർ എന്നെ എടുത്തു സാർ. ഒന്നാമതേ ആ ജോലി ഭയങ്കര പ്രശ്നമാണ്. അത് സാറിന് തന്നെയാണ് പറ്റിയത്. നിർത്തടാ. നീയൊക്കെ സ്കൂളിലേ സ്വയം തന്നില്ല. ഈ ട്യൂഷൻ സെന്ററിലെങ്കിലും. ഡാനു നീ ചാപ്റ്റർ ക്ലാസ്സിൽ പോ, ഞാൻ അങ്ങ് വരാം. അതല്ലടാ നിനക്ക് എങ്ങനെടാ എൻ്റെ ട്യൂഷൻ സെന്റർ വരാൻ തോന്നിയത്? അത് മാത്രം പറയരുത് സാർ. വലിച്ച്. കാരണം ഇത്രയും നല്ല എളിമത്വമുള്ള, അത്രയ്ക്കും വിശ്വാസമുള്ള, അത്രയ്ക്കും വിജയിക്കാൻ സാധ്യതയുള്ള പിള്ളേരെ കൊണ്ട് വെറും 10 മിനിറ്റ് മാത്രം പഠിക്കാൻ സമയം തരുന്ന, കമ്പുകൾ കൊണ്ട് നൃത്തമാടി പഠിപ്പിക്കുന്ന ഇത്രയും നല്ലൊരു അഡ്വാൻസ് ഫെസിലിറ്റി ഉള്ള സാറിനെ കിട്ടുന്നത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് സാർ. പിള്ളേർ ഇമോഷണൽ ആക്കി. യു ആർ ഗ്രേറ്റ്. കഴിഞ്ഞെല്ലാം പോട്ട്. നാളെ മുതൽ രാവിലെ 5 മണിക്ക് പഠിക്കാതിരുന്നോണം. അതെ സാർ, നാളെ വൈകിട്ട് 5 മണിക്ക് നമ്മൾ പഠിക്കായിരിക്കും. വൈകുന്നേരം അല്ല, രാവിലെ 5 മണിക്ക്. രാവിലെ കൃത്യം 5 മണിക്ക് നീയൊക്കെ എഴുതിയിരുന്ന് പഠിച്ചോണം. നാളെ മുതൽ കൃത്യം നീയൊക്കെ രാവിലെ 5 മണിക്ക് എഴുതിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പേര് രാവിലെ നിന്നെയൊക്കെ വിളിച്ച് എണീപ്പിച്ച് പഠിപ്പിക്കും. പറഞ്ഞാടല്ല ഓരോടായപ്പോൾ നടക്കില്ല. അടേ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മൾ പെട്ടത്. ഇതിനെക്കാട്ടിയും ഭേദം ആദ്യ സാറിന്റെ അടി തന്നെയായിരുന്നു. സത്യം.